കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി അന്തരിച്ചു. ഇന്ന് വൈകിട്ട് 4-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. പ്രമേഹം അടക്കമുള്ള രോഗങ്ങളും വാർദ്ധക്യ സഹജമായ അവശതകളും ഉണ്ടായിരുന്നു. പൊതു ദർശനവും സംസ്കാരവും നാളെയായിരിക്കും. ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, വിവരങ്ങൾ പറയും. 2016 കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ മാതാവ് രാജേശ്വരിയാണ് അന്തരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. ദീർഘകാലമായി പ്രമേഹം സംബന്ധിച്ച അസുഖങ്ങൾ രാജേശ്വരിക്ക് ഉണ്ടായിരുന്നു. മറ്റ് വാർദ്ധക്യ സഹജമായ അവശതകളും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മരണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് മൃതശരീരം പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനം. നാളെ രാവിലെ ഈസ്റ്റ് അയമുറി ഭാഗത്തുള്ള വീട്ടിൽ കൊണ്ടുവരും, പൊതുദർശനം വെക്കും. പിന്നീട് ചടങ്ങുകൾക്ക് ശേഷം പെരുമ്പാവൂർ മലമുറി പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നാലെ സഹായങ്ങൾ ലഭിക്കുകയും ഈ സഹായം എങ്ങനെ ഉപയോഗിച്ചു എന്നതിലടക്കം പലതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിട്ടാണ്. 40 ലക്ഷം രൂപ എങ്ങനെ ചിലവഴിച്ചു എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വലിയ തോതിൽ കേരളത്തിൽ നടന്നിരുന്നതാണ്. അതിന് പിന്നാലെ ഈ പണം നഷ്ടപ്പെട്ടു എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളും രാജേശ്വരിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരുന്നു. ഏതായാലും രാജേശ്വരിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2016 ഏപ്രിൽ 28-നാണ് രാത്രി 8 മണിയോടെ പെരുമ്പാവൂരിലെ കുറുപ്പമ്പടിയിലെ പുറമ്പോക്കിലെ ഒറ്റമുറി ഷെഡിൽ ജിഷയെ കൊല്ലപ്പെട്ടതായി രാജേശ്വരി കണ്ടെത്തുന്നത്. പിന്നീട് വലിയ വിവാദമാവുകയും അന്വേഷണം നടക്കുകയും ചെയ്ത കേസാണിത്. അതിലെ ജിഷയുടെ അമ്മ മരിച്ചിരിക്കുകയാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.